ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ആണ് ഫോർത്ത് മൊഡ്യൂൾ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇനി വരാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ നോക്കാം. കംപ്രസിബിലിറ്റി ഫാക്ടർ ഓൾസോ നോൺ ആസ് കംപ്രഷൻ ഫാക്ടർ, നമ്മൾ കംപ്രഷൻ ഫാക്ടർ എന്ന് അറിയപ്പെടും കേട്ടോ, ഈസ് ദി റേഷ്യോ ഓഫ് ദി മോളാർ വോളിയം ഓഫ് എ ഗ്യാസ് to the molar volume of an ideal gas at the same temperature and pressure. എന്താണ് ഒരു റേഷ്യോ ആണ്, മോളാർ വോളിയം ഓഫ് ഗ്യാസ് ടു ദി മോളാർ വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ്. അതിനാണ് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഫോർ മോഡിഫൈങ് ദി ഐഡിയൽ ഗ്യാസ് ലോ ടു അക്കൗണ്ട് ഫോർ ദി റിയൽ ഗ്യാസ് ബിഹേവിയർ. നമ്മൾ നേരത്തെ വാൻ ഡെർ വാൾസ് ഇക്വേഷനൊക്കെ പഠിച്ച സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇൻ ജനറൽ എന്താണ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ബിഹേവിയർ, ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് എത്രത്തോളം ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തരുന്ന ഇൻഡിക്കേറ്ററാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻ ജനറൽ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ബിക്കംസ് മോർ സിഗ്നിഫിക്കൻറ്റ് ദി ക്ലോസർ എ ഗ്യാസ് ഇൻ ദി ഫേസ് ചേഞ്ച്, ദി ലോവർ ദി ടെമ്പറേച്ചർ ഓർ ദി ലാർജർ ദി പ്രഷർ. നമുക്ക് സെറ്റ് ഇസ് ഈക്വൽ ടു പി വി ബൈ ആർ ടി എന്ന് എഴുതാൻ പറ്റും. പി വി ബൈ ആർ ടി. ഓക്കെ, പി വി ഈക്വൽ ടു ആർ ടി എന്നുള്ള ഫോമിൽ നിന്നാണ് നമുക്ക് സെറ്റ് ഇസ് ഈക്വൽ ടു പി വി ബൈ ആർ ടി എന്നുള്ളതായിട്ട് നമ്മൾ ഡെറിവ് ചെയ്യുന്നത്. നമ്മൾ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, സെറ്റ് ഇസ് ഈക്വൽ ടു പി വി ബൈ ആർ ടി ആണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, കംപ്രസിബിലിറ്റി ഫാക്ടറാണ് എന്താണ് ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ബിഹേവിയർ എന്നൊരു ഗ്യാസ് എങ്ങനെയാണ് റിയൽ ഗ്യാസ് ബിഹേവിയറിലോട്ട് മാറുന്നതെന്ന് കാണിക്കുന്നതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. റേഷ്യോ ഓഫ് വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഡിവൈഡ് ബൈ ഐഡിയൽ ഗ്യാസ് ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അടുത്ത് നമ്മൾ ഒരു ദിവസം പഠിച്ചതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്താണ് ഗ്യാസസ് ബിക്കം മോർ ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബിക്കോസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് ദാറ്റ് മേക്ക് അപ്പ് ദി ഗ്യാസ് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഇസ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എബോവ് വിച്ച് എന്താണ് ദി വേപ്പർ ഓഫ് സബ്സ്റ്റൻസ് കനോട്ട് ബി ലിക്വിഫൈഡ്. ലിക്വിഫൈ ചെയ്യാൻ പറ്റാത്ത ടെമ്പറേച്ചറിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ആ ടെമ്പറേച്ചറിൽ എന്താണ് ആ ഗ്യാസ് ഒരിക്കലും ലിക്വിഫൈ ആവില്ല. അടുത്താണ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ പ്രഷർ എന്താണ്? ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് സബ്സ്റ്റൻസ് ഈസ് പ്രഷർ അറ്റ് ആൻഡ് എബോവ് വിച്ച് ലിക്വിഡ് ഓഫ് സബ്സ്റ്റൻസ് കനോട്ട് ബി വേപ്പറൈസ്ഡ്. വേപ്പറൈസ് ചെയ്യാൻ പറ്റില്ല. എത്ര പ്രഷർ കൊടുത്താലും വേപ്പറൈസ് ചെയ്യാൻ പറ്റില്ല. എത്ര ഹീറ്റ് എടുത്താലും വേപ്പറൈസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചാൽ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അടുത്താണ് റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ്. നമ്മളറിയാം പ്രഷർ, വോളിയം, ടെമ്പറേച്ചറും ഒക്കെ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്യാസ് ആണ് അല്ലേ. ഈ ഗ്യാസിന് നമ്മൾ റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ് ആയിട്ട് എഴുതാൻ സാധിക്കും. എന്താണ് റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെഡ്യൂസ്ഡ് പ്രഷർ എന്തെന്ന് നോക്കിയാൽ എന്താണ് പി ആർ നമ്മൾ റെഡ്യൂസ്ഡ് പ്രഷർ എന്നാണ് നമ്മൾ പി ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഡിവൈഡ് ബൈ പി സി, അതായത് പ്രഷർ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ എന്താണ് അതിൻ്റെ ക്രിട്ടിക്കൽ പ്രഷർ. ദി റെഡ്യൂസ്ഡ് പ്രഷർ ഈസ് ദി റേഷ്യോ ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രഷർ ടു ദി ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് സബ്സ്റ്റൻസ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം ഡെഫിനിഷനിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ ടി ഡിവൈഡ് ബൈ ടി സി ആയിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതുപോലെ വോളിയം എന്ന് പറയുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് വോളിയം ഈസ് ദി വി ആർ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വി ബൈ വി സി. വി സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വോളിയം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ വി ആർ, ടി ആർ, പി ആർ സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് പഠിക്കാനുള്ളത് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് ആണ്. ഇത് നമ്മൾ പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സീറോത്ത് ലോ പഠിച്ച പോലെ രണ്ട് ഗ്യാസ് ഉണ്ട്, രണ്ട് ചേമ്പറിൽ രണ്ട് ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ രണ്ട് ഗ്യാസിന് എന്താണ് പി ആർ, ടി ആർ, വി ആർ ഉണ്ട്. അപ്പം പി ആർ വൺ, ടി ആർ വൺ, വി ആർ വൺ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ചേമ്പറിലെ ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ
റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ എന്താണ് PR2 VR2 TR2 ആണെന്ന് വിചാരിക്കും. ഇതിൽ ഏതെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സ്, അതായത് ഇപ്പോൾ വോളിയം ടെമ്പറേച്ചർ കൊടുക്കുക, VR1 VR2 ആണ്, അതുപോലെ TR1 TR2 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും അതിൻ്റെ മൂന്നാമത്തെ ടേമില്ലേ PR1 PR2, ഈ രണ്ട് ടേംസും ഈക്വൽ ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ റെഡ്യൂസർ പാരാമീറ്റേഴ്സിലോട്ട് വരുമ്പം ഏതെങ്കിലും നമ്മൾ രണ്ട് ഗ്യാസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഏതെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ പാരാമീറ്റേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്താണ് കംപ്രസബിലിറ്റി ചാർട്ട്. നമ്മൾ കംപ്രസബിലിറ്റി ഫാക്ടർ പറഞ്ഞത് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് വോളിയം ഓഫ് ഐഡിയൽ ഗ്യാസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഗ്യാസ് ആണ്. അതിൻ്റെ നമ്മൾ ഡീവിയേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. കംപ്രസബിലിറ്റി ചാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോർ എ സർട്ടൻ ഗ്യാസ് ദി കംപ്രസബിലിറ്റി ഫാക്ടർ സെറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ടി. സെറ്റ് നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ടി ആയിട്ട് എഴുതാൻ പറ്റും, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ പ്ലോട്ട് ക്യാൻ ബി മെയ്ഡ് ഓഫ് ലൈൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓൺ കോർഡിനേറ്റ് പി ആൻഡ് സെറ്റ്. നമ്മൾ എക്സ് ആക്സിസിൽ പിയും വൈ ആക്സിസിൽ സെറ്റും എടുത്തിട്ട് എന്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും, ഒരു കോൺസ്റ്റൻറ്റ് ഓരോ ടെമ്പറേച്ചറിലുള്ള പ്ലോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഫ്രം ദിസ് പ്ലോട്ട് സെറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫോർ എനി വാല്യൂ ഓഫ് പി ആൻഡ് ടി. ഏത് നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാസിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, വോളിയം ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഇക്വേഷൻ PV is equal to ZRT. ഓക്കെ, എങ്ങനെ നമുക്ക് കിട്ടും, നമുക്ക് പ്രഷർ അറിയാം, ടെമ്പറേച്ചർ അറിയാം, പ്രഷർ ടെമ്പറേച്ചർ അതുപോലെ സെറ്റും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, R അറിയാം, നമുക്ക് R കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അഡ്വാൻറ്റേജസ് എന്താണ്, ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ ഡയറക്റ്റ് പ്ലോട്ട് ഓഫ് V ഈസ് സ്മോളർ റേഞ്ച് ഓഫ് വാല്യൂസ് ഇൻ പ്ലോട്ടിങ്. നമുക്ക് സെറ്റിൽ സ്മോളർ റേഞ്ചസ് വാല്യൂസ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കംപ്രസബിലിറ്റി ചാർട്ട് എന്ന് പറയുന്ന സാധനം. ഓക്കെ, പി അതുപോലെ സെറ്റ് പ്രഷറും സെറ്റുമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിൽ പ്രഷറാണ്, വൈ ആക്സിസിൽ എന്താണ് സെറ്റ് കംപ്രസബിലിറ്റി ഫാക്ടർ. ഒരു കാര്യം പറയാൻ മറന്നു, ഈ കംപ്രസബിലിറ്റി ഫാക്ടർ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ കംപ്രസബിലിറ്റി ഫാക്ടർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, പ്രഷർ സെറ്റ് ഇതുപോലത്തെ ഒരു ഡയഗ്രാമാണ് കിട്ടുക. നമ്മൾ ഓരോ ടെമ്പറേച്ചറിന് 35, 50, 60, 200, 300 ഇങ്ങനെ 100 ഓരോ ടെമ്പറേച്ചറിനുള്ള ഒരു ഗ്യാസിൻ്റെ കംപ്രസബിലിറ്റി ചാർട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രഷർ 100 ബാറിലുള്ള ഒരു അല്ലെങ്കിൽ ATMലുള്ള ഒരു പ്രഷർ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് പ്രഷർ നമ്മൾ തന്നിട്ടുണ്ട്, അതിലുള്ള വോളിയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രഷറിൽ നിന്ന് നേരെ മുകളിലോട്ട് നമ്മൾ എടുക്കുക. 100 എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് ഏത് ടെമ്പറേച്ചർ നമുക്ക് ഏത് പറഞ്ഞാൽ ഒരു 50K എന്ന് വിചാരിക്കും. 50Kയുടെ സെറ്റിൻ്റെ ലൈനാണ് ഈ പോകുന്നത്. അപ്പോൾ ഈ 50Kയിൽ 100 ATM മുകളിലോട്ട് വരച്ച ലൈൻ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് നോക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, വൈ ആക്സിസിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു സെറ്റിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് സെറ്റിൻ്റെ വാല്യൂ കിട്ടി, പീൻ്റെ വാല്യൂ കിട്ടി, ടീൻ്റെ വാല്യൂ കിട്ടി, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, PV is equal to ZRT എന്നുള്ള ഇക്വേഷൻ നമുക്ക് V കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, കംപ്രസബിലിറ്റി ചാർട്ടിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കുക. ഫോർ ഈച്ച് സബ്സ്റ്റൻസ് എന്താണ് അവിടെ അപ്പോൾ ഇത് ഒരു സബ്സ്റ്റൻസിൻ്റെ പിയും വിയും ആണ്. നമുക്ക് പിയും ടിയും സെറ്റും ആണെങ്കിലാണ് നമ്മളിങ്ങനെ വരയ്ക്കുക. അങ്ങനെ ഓരോ സബ്സ്റ്റൻസിനും എന്തുണ്ടായിരിക്കും, ഒരു കംപ്രസബിലിറ്റി ചാർട്ട് ഉണ്ടായിരിക്കും. ഇഫ് വൺ ചാർട്ട് കുഡ് ബി യൂസ്ഡ് ഫോർ ഓൾ സബ്സ്റ്റൻസ് ഇറ്റ് വുഡ് ബി എന്താണ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും ഓരോ ചാർട്ട് എന്ന് പറയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കോമൺ ആയിട്ടൊരു ചാർട്ട് എല്ലാ സബ്സ്റ്റൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ചാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കത് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, ജനറലൈസ്ഡ് കംപ്രസബിലിറ്റി ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്.
General shape of vapor dome and constant temperature line on the PV plane are similar for all substances, although the scale may different. അതായത് താഴത്തെ സ്കെയിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഷേപ്പൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഈ സ്കെയിലും കൂടെ ഒരുമിച്ചാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സബ്സ്റ്റൻസിനും ഒറ്റ കംപ്രസബിലിറ്റി ചാർട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനറലൈസ്ഡ് കംപ്രസബിലിറ്റി ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് വരുന്നത്. ബൈ യൂസിങ് ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ റെഡ്യൂസർ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറലൈസ്ഡ് കംപ്രസബിലിറ്റി ചാർട്ട് വരയ്ക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്പ്ലോയിറ്റ് ദി ഫിസിക്കൽ സിമിലാരിറ്റി ബിറ്റ്വീൻ ഓൾ സബ്സ്റ്റൻസസ്. It is found from experimental data that the same reducer pressure and reducer temperature and reducer volume of the different gases are approximately the same. Reducer temperature, reducer volume ഒക്കെ എന്താണ്, അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ഒരിക്കലും കറക്റ്റ് ആണെന്ന് പറയുന്നില്ല, അപ്രോക്സിമേറ്റ്ലി ആണ് സെയിം. When TR is plotted as a function of reducer pressure and Z, a single plot known as generalized compressibility chart is found to be satisfactory for great variety of substances. അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടി, സെറ്റും റെഡ്യൂസർ പ്രഷറും തമ്മിൽ നമുക്ക് ഒരു ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടായിരിക്കും. സെറ്റ് സിക്വൽ ടു പി വി ബൈ ആർ ടി, അതുപോലെ തന്നെ റെഡ്യൂസർ പ്രഷർ പി ആർ. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ടെമ്പറേച്ചർ ടി ആർ സിക്വൽ ടു റെഡ്യൂസർ ടെമ്പറേച്ചറാണ് കേട്ടോ. റിഡ്യൂസ്ഡ് ടെമ്പറേച്ചർ 1.30, ഇവിടെ ഈ പോയിൻ്റ് കണ്ടോ 1.30 ആണെന്ന് വിചാരിക്കും. 1.30, അതുപോലെ തന്നെ റിഡ്യൂസ്ഡ് പ്രഷർ 3.5. ഓക്കെ, ഈ സ്ഥലത്തെ നമ്മുടെ സെറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 0.7 എന്ന് കിട്ടും. നമുക്കറിയാം സെറ്റ് എന്ന് പറഞ്ഞാൽ പി വി ബൈ ആർ ടി ആണ്. അപ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ ടെമ്പറേച്ചർ കാണുക, നമുക്കറിയാം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. റെഡ്യൂസർ പ്രഷറിനെ പിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രഷർ കിട്ടും. ആറ് നമുക്കറിയാം, സെറ്റ് നമുക്കറിയാം, നമുക്ക് എന്ത് കിട്ടും, വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ സെയിം സെറ്റ് സിക്കൽ ടു പി വി ബൈ ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇത്രയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അടുത്ത കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനൊക്കെ പഠിച്ചു. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലമാണ്. ദി വോളിയം ഓഫ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് ചേംബർ ഈസ് 40 meter cube. ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു ഓപ്പറേഷൻ ബൈ റെഡ്യൂസിങ് പ്രഷർ ഫ്രം 1 bar to 0.4 bar and temperature from 25 degrees Celsius to 5 degrees Celsius. How many kilogram of air must be removed from the chamber during the process? Express this mass as a volume measured at 1 bar and 25 degrees Celsius. Take R is equal to 287 joule per kilogram Kelvin for air. ഇതൊക്കെ തന്നിട്ടുള്ളത് വോളിയം V1 തന്നിട്ടുണ്ട് 40 meter cube ആണ്. V2 40, വോളിയത്തിൽ മാറ്റമൊന്നുമില്ല, പ്രഷറാണ് എന്ത് സംഭവിച്ചത്, മാറ്റം സംഭവിച്ചത്. പി നിങ്ങളുടെ 1 bar ആണ്, P2 ഈക്വൽ ടു 0.4 bar ആണ്. T1 എന്താണ് 298, T2 ഈക്വൽ ടു 278 കിലോ കെൽവിനാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, കിലോഗ്രാം ഓഫ് എയർ റിമൂവ്ഡ്, എത്ര കിലോഗ്രാം ഓഫ് എയർ ആണ് റിമൂവ് ചെയ്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അസ്യൂമിങ് നൈട്രജൻ ഗ്യാസ് ആസ് എ ഐഡിയൽ ഗ്യാസ് അഥവാ പെർഫെക്റ്റ് ഗ്യാസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. P1 V1 is equal to M1 into RT1 എന്ന് കിട്ടും. അപ്പോൾ M1 കണ്ടുപിടിക്കുക എന്ത് കിട്ടും, ചെയ്യണം M1 is equal to P1 V1 by RT1. അതുപോലെ M2 is equal to P2 V2 by RT2. മാസ് ഓഫ് എയർ റിമൂവ്ഡ് എന്ന് പറയുന്നത് എന്താണ്, M1 മൈനസ് M2 ആണ്. M1 മൈനസ് M2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, P1 V1 by RT1 മൈനസ് P2 V2 by RT2 എന്ന് പറയാം. R കോമൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, R പുറത്തോട്ട് എടുക്കും. 1 by R ഇൻറ്റു P1 V1 by T1 മൈനസ് P2 V2 by T2 എന്ന് കിട്ടും. P1 V1 അറിയാം, T1 അറിയാം, P2 V2 T2 എല്ലാ വാല്യൂസും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 26.71 കിലോഗ്രാം എന്ന് കിട്ടും. അത്രയും മാസമാണ് റിമൂവ് ചെയ്ത്. സിമ്പിൾ എക്സാമ്പിളാണ്.
അടുത്ത വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പി വി ഇസ് ഇക്വൽ ടു എം ആർ ടിയിൽ വി ഇസ് ഇക്വൽ ടു എം ആർ ടി ബൈ പി. ചേഞ്ച് ഇൻ വോളിയം മാസിൻ്റെ 26.71 കൊടുക്കുക. ആറ് നമുക്ക് 287 തന്നിട്ടുണ്ട്. ടി 298 പി ഇസ് ഇക്വൽ ടു 1 ബാറിലാണ് തന്നിട്ടുള്ളത്. അതിനെ മാറ്റണം. 1 × 10⁵ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്റ്റീൽ ഫ്ലാസ്ക് ഓഫ് 0.04 meter cube capacity is to be used to store nitrogen at 120 bar 20 degrees Celsius. The flask is to be protected against excessive pressure by a fusible plug which will melt and allow the gas to escape if the temperature rises too high. How many kilograms of nitrogen will the flask hold at the designed condition? At what temperature must the fusible plug melt in order to limit the pressure of a full flask to a maximum of 150 bar? രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കപ്പാസിറ്റി അതായത് വോളിയം എത്ര? 0.04 meter cube തന്നിട്ടുണ്ട്. പ്രഷർ എത്രയാണ്? 120 ബാർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു എത്രയാണ്? കെൽവിനോട്ടിലാക്കുമ്പം 293 കെൽവിൻ എന്ന് നമുക്ക് കിട്ടും. അടുത്ത് കിലോഗ്രാം ഓഫ് നൈട്രജൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി കിലോഗ്രാം ഓഫ് നൈട്രജൻ എന്ന് ചോദിച്ചു. കിലോഗ്രാം ഓഫ് നൈട്രജൻ ഇൻ ദി ഫ്ലാസ്ക് ക്യാൻ ബി ഹോൾഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് ആർ കണ്ടുപിടിക്കണം അല്ലേ? ആർ എങ്ങനെ കണ്ടുപിടിക്കുക? ആർ ഇസ് ഈക്വൽ ടു R0 ബൈ മോളിക്കുലർ മാസ് അല്ലേ? മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 ആണ്. അപ്പോൾ 8314 ഡിവൈഡ് ബൈ 28. R0ൻ്റെ വാല്യൂ 8314 ആണ്. അതെല്ലാവരും കാണാൻ പഠിക്കണം കേട്ടോ. അതായിട്ട് പറഞ്ഞു തരുന്നില്ല. 8314 ആണ് R0ൻ്റെ വാല്യൂ. ഡിവൈഡ് ബൈ 28 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 296.9 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് കിട്ടും. ആർ അപ്പോൾ നമുക്ക് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? പി വി ഇസ് ഈക്വൽ ടു എം ആർ ടി. ഇത് നമുക്ക് എന്ത് കിട്ടാം? എം ഇസ് ഈക്വൽ ടു പി വി ബൈ ആർ ടി. വാല്യൂസ് നമുക്കറിയാം. പിൻ്റെ അറിയാം, വി അറിയാം, ആർ അറിയാം, ടി അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 5.51 കിലോഗ്രാം എന്ന് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫ്യൂസിബിൾ പ്ലഗ് ഷുഡ് മെൽറ്റ്. ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ഇക്വേഷനിൽ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു എം ആർ ടിയിൽ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതിൽ പി നമുക്ക് തന്നിട്ടുണ്ട് 150 ബാറാണ് തന്നിട്ടുണ്ട്. വി 0.04 ആണ്. മാസ് നമ്മൾ കണ്ടുപിടിച്ചു 5.51 കിലോഗ്രാം ആണ്. ഇതിലാകെ വ്യത്യാസം വരുന്നത് എന്താണ്? വി മാറിയിട്ടുണ്ട് അല്ലേ? സോറി, വി അല്ല, പി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ടി സിക്വൽ ടു പി വി ബൈ എം ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടി സിക്വൽ ടു 366.7 കെൽവിൻ എന്ന് കിട്ടും. ഡിഗ്രി സെൽഷ്യസിലോട്ടാക്കിയ 93.7 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സാമ്പിൾ 7.3 എന്നുള്ള. അത് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എൻ്റെ ആൻസർ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആൻസർ നോക്കാതെ തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്ത് പിന്നെയുള്ളത് നമ്മൾ റിയൽ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിലോട്ട് വരിക. നമ്മൾ ഐഡിയൽ ഗ്യാസ് പറഞ്ഞിട്ട് റിയൽ ഗ്യാസിലോട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വാൻ ഡെർ വാൾസ് ഇക്വേഷനൊക്കെ പറഞ്ഞു, പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷനൊക്കെ പറഞ്ഞു അല്ലേ? ഒരു ഇത് സാധാരണ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ ബിൻ്റെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ കണ്ടുപിടിക്കൊന്നും വേണ്ട. എ ബി സി അതായത് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. 1 kilogram of CO2 has volume of 1 meter cube at 100 degrees Celsius. Compute the pressure. പ്രഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കണം? വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതുപോലെ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, CO2ൻ്റെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കുക. മോളാർ സ്പെസിഫിക് വോളിയം ഇൻറ്റു മോളിക്കുലർ മാസ് അല്ലേ? നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ മാസ് 44 ആണ്. അപ്പോൾ 44 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം മോൾ എന്ന് കിട്ടും അല്ലേ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് 373 കെൽവിനാണ്.
എ ബി ആൻഡ് R0 എ ബി വാല്യൂസ് നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എക്സാമിന് എ ബി വാല്യൂസ് തരും കേട്ടോ. ടേബിളിലൊന്നും എടുക്കണ്ട, എ ബി വാല്യൂസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണ്? പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി സിക്വൽ ടു R0 ഇൻറ്റു ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പി സിക്വൽ ടു അങ്ങനെ എഴുതാൻ പറ്റും, R0 ടി ബൈ വി മൈനസ് ബി മൈനസ് എ ബൈ ബി സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോറി, എ ബൈ വി സ്ക്വയർ കേട്ടോ. നമുക്ക് എല്ലാ വാല്യൂസും അറിയാലോ. എല്ലാ വാല്യൂസും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പി കാണാൻ വേണ്ടി പറ്റും. അടുത്ത് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഇക്വൽ ടു R0 ഇൻറ്റു ടി. ഓക്കെ, പി നമുക്ക് R0 അറിയാം, ടി അറിയാം, വീൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? ഗിവൺ വോളിയം എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ ഒരിക്കലും 1 എടുത്ത് ചെയ്യരുത് കേട്ടോ. നമുക്ക് മോളാർ സ്പെസിഫിക് വോളിയമാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ മോളാർ സ്പെസിഫിക് വോളിയത്തിലോട്ട് ഗിവൺ വോളിയത്തിന് നമ്മൾ എന്താണ് മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക, പക്ഷേ ഇങ്ങനെ ഈ ചെറിയ കൺവേർഷന് എന്തിനാണ് മോളാർ മാസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ പ്രോബ്ലംസാണ് ചോദിക്കുന്നത്, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ചിലപ്പോൾ ഇതുപോലുള്ള ചെറിയ കൺവേർഷനൊക്കെ ചെറിയ തെറ്റ് വന്നതെന്ന് വരും. അങ്ങനെ തെറ്റ് വരാതെ ശ്രദ്ധിക്കുക. എപ്പോഴാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതിൽ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, സെയിം ആണ്, വാൻ ഡെർ വാൾസ് ഇക്വേഷനും കൂടെ ഉണ്ട് എന്നുള്ളൂ. പെർഫെക്റ്റ് കേസ്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, അതുപോലെ ബ്രിഡ്ജ്മാൻ ഇക്വേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സാധനം കൂടെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഈ 4th മൊഡ്യൂളിൽ വരുന്നത്. ഇത്രയും സംഭവങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.